കഴിഞ്ഞ ദിവസേ നമ്മളുടെ ഗ്രൂപ്പിലെ ഒരാളായിട്ട് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം ഒരു ദുബായ് ബേസ്ഡ് ഒരാളാണ്. ഒരു പയ്യനാണ്. 10, 24 വയസ്സായിട്ടുള്ളൂ. വെരി ഹൈലി ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ച് അദ്ദേഹം കുറച്ച് നാളെന്നെ മെസ്സേജ് അയച്ചു. "ഒന്ന് സംസാരിക്കാവോ? എങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാന്നൊക്കെ ചോദിച്ചു." അപ്പോൾ ഞങ്ങളങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഹൈലി പൊട്ടൻഷ്യലുള്ള അല്ലെങ്കിൽ ഹൈ കാലിബറുള്ള ഒരു ക്രിയേറ്ററാണ്. അപ്പോൾ അദ്ദേഹം പല ബിസിനസ് ഐഡിയാസുണ്ട്. പല ബിസിനസ് റൺ ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു സമയം എത്തിക്കഴിഞ്ഞപ്പോൾ എന്തോ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ബിസിനസ്സായിട്ടും സെറ്റ് ചെയ്തപ്പോൾ അതിൽ പഴയ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. എന്തുകൊണ്ടോ കുറേ ഐഡിയാസ് അവിടെ കിടക്കുന്നുണ്ടെന്നുള്ളതല്ലാതെ അതിനെ ഒന്നിനെയും ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് സ്കെയിൽ ചെയ്യാനോ അതിനൊരു പൊട്ടൻഷ്യൽ ഒരു മാസീവ് റോളിലുള്ള ഒരു സെപ്പറേറ്റ് ബിസിനസ്സുകളാക്കാനോ അദ്ദേഹത്തിന് പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഐ വാസ് തിങ്കിങ് ഞാൻ അതിനെ ഞങ്ങളൊരു വെരി നൈസ് വേയിൽ ഞങ്ങൾ ആ ഒരു കോൺവെർസേഷൻ അവസാനിപ്പിച്ചു. പക്ഷേ ഞാൻ പിന്നീട് റിഫ്ലക്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു. ഇപ്പോൾ എനിക്കും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഒരു കാലത്ത്. ഐ ഹാഡ് ഒരേ സമയത്ത് മൾട്ടിപ്പിൾ ഹാറ്റ്സ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഒരു നേഴ്സ് ലീഡറായിരുന്നു, ഒരു ഐ വാസ് എ സ്പീക്കർ, ഞാനൊരു കമ്മ്യൂണിക്കേഷൻ കോച്ചായിരുന്നു, ട്രെയിനറായിരുന്നു, റിയൽ എസ്റ്റേറ്റിനായിരുന്നു. അങ്ങനെ മൾട്ടിപ്പിൾ ഏരിയാസിൽ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയാസിനെ പിക്ക് ചെയ്ത് വർക്ക് ചെയ്യാനും ഒരു മാസീവ് സക്സസ് അല്ലെങ്കിൽ ആളുകൾ കണ്ടു കഴിഞ്ഞാൽ മതിക്കുന്ന തരം അത്രയ്ക്ക് അത്ഭുതപ്പെടുന്ന തരത്തിലുള്ള റിസൾട്ട് ഉണ്ടാക്കാനും എൻ്റെ ഒരു ഹാർഡ് വർക്ക് കൊണ്ട് എനിക്ക് പറ്റാവുന്ന ഒരു മൈൻഡ് സെറ്റുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ പിന്നീട് ആലോചിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു 'ദ മോളിക്യൂൾ ഓഫ് മോർ' എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. ആ ബുക്കിൽ ഇങ്ങനെ പറയുന്നുണ്ട്. 2 തരത്തിലുള്ള ആളുകളാണ്. ഒന്ന് സീക്കേഴ്സും സെറ്റിലേഴ്സും. സീക്കേഴ്സ് ആയിട്ടുള്ള ആളുകളെന്ന് വെച്ചാൽ ദെയർ പ്ലഷർ അല്ലെങ്കിൽ ദെയർ ഹാപ്പിനെസ് ഈസ് ഫ്രം സീക്കിങ് സ്റ്റഫ്. നമ്മളിങ്ങനെ എപ്പോഴും തിരഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ ചില ആളുകളാണെങ്കിലോ നമ്മൾ വിചാരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മളുടെ ബ്രെയിൻ ഈസ് നാച്ചുറലി അല്ലെങ്കിൽ എവല്യൂഷണറിലി നമ്മൾ നമ്മളുടെ പാരമ്പര്യമായിട്ട് നമ്മളുടെ പഴയ മുൻ തലമുറക്കാരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളുടെ ബ്രെയിൻ എപ്പോഴും ഇഷ്ടം ഒരു സീക്കറായിട്ടിരിക്കാനാണ്. നിങ്ങൾക്ക് ഒരിക്കലും ഒരു സെറ്റിലർ ആവാനായിട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് സെറ്റിലായിരുന്ന് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ലൈഫ് നമ്മുടെ ലൈഫിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. നമ്മളുടെ പൂർവികർക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. നമ്മളുടെ ഒരു ന്യൂറോ സയൻസ് അനുസരിച്ചിട്ട് നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യണത് യു നീഡ് സംതിങ് ടു ചേസ് ഓൾ ദ ടൈം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഡോപ്പമിൻ നമ്മളുടെ ഒരു ഹാപ്പിനെസ് ശരിക്കും ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമ്മൾ പലരും പറഞ്ഞു കേട്ടിട്ടില്ലേ, കുറേ പൈസ ഉണ്ടാക്കിയിട്ടുള്ള ആളുകൾ പിന്നെയും എന്തിനാണ് ജോലികൾക്ക് പോകുന്നത് അല്ലെങ്കിൽ പല തരത്തിലുള്ള ബിസിനസ്സുകൾ എന്തിനാണ് ചെയ്യുന്നതൊക്കെ നമ്മൾ ആലോചിച്ചിട്ടില്ലേ? അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ ചോദിച്ചിട്ടുണ്ടാവാം, അങ്ങനത്തെ ചോദ്യങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ടാവാം. അപ്പോൾ ബേസിക്കലി നമ്മളുടെ ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ നമുക്കൊരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞിട്ട് സെറ്റിൽ ആവാനല്ല നമുക്കിഷ്ടം. നമുക്ക് കൂടുതൽ വർക്ക് ചെയ്യാനും കൂടുതൽ കാര്യങ്ങളിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനും നമ്മളുടെ ഒരു ബ്രെയിൻ സെറ്റപ്പ് അങ്ങനെയാണ്. ഒരു ബേസിക് ഹ്യൂമൻ നേച്ചറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ നമ്മളുടെ ബ്രെയിനിൻ്റെ സിസ്റ്റം അനുസരിച്ചിട്ട് ന്യൂറോ സയൻസ് അനുസരിച്ചിട്ടോ നിങ്ങളാ ഒരു ഇവല്യൂഷണറി സ്റ്റഡീസ് എല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ദ മോർ നമുക്കൊരു സീക്കിങ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ തപ്പി കണ്ടുപിടിക്കാനും അതിനെപ്പറ്റി അറിയാനും പഠിക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി ആണ് ശരിക്കും മനുഷ്യനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നമുക്ക് തോന്നുവാണ് നമുക്ക് ഇത്രയും ലക്ഷം രൂപ നമ്മളുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് സാറ്റിസ്ഫൈഡായി ഹാപ്പിയായി എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതൊരു തെറ്റായ ധാരണയാണ്. കാരണം അവിടെ അവൻ നിൽക്കില്ല, ഒരാളും അവിടെ അങ്ങനെ നിൽക്കില്ല. അപ്പോൾ ഞാൻ നാളെ എനിക്ക് റിട്ടയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫായി കഴിഞ്ഞ് മതിയെന്ന് കഴിഞ്ഞാൽ നമുക്ക് റിട്ടയർ ആവുന്ന ആളുകൾ, പ്രായമായിട്ടുള്ള ആളുകൾ നോക്കണത് ഇനി എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ ഇനി എവിടെയാണ് എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ പറഞ്ഞു വന്നത് ഞാൻ സംസാരിച്ച ആളുടെ ഒരു സ്റ്റോറി വെച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ, പ്രത്യേകിച്ച് നമ്മളൊരു ക്രിയേറ്റീവ് മൈൻഡ് സെറ്റുള്ള ആളുകളാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ വീഡിയോസ് കേൾക്കണ കൂടുതൽ ആളുകളും ആ ഒരു ക്രിയേറ്റീവ് മൈൻഡ് സെറ്റുള്ള ആളുകളാണ്. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ നിൽക്കണ ആ ഒരു സ്റ്റേജ് ഓഫ് ലൈഫിൽ എനിക്ക് അത്ര പോരാ, ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല, എനിക്കൊന്നെങ്കിൽ ഗ്രോ ചെയ്യണം അല്ലെങ്കിൽ പ്രോഗ്രസ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇത്തരം ആളുകൾക്ക് ദ ഫീലിംഗ് ഓഫ് ബീയിങ് സ്റ്റക്ക് ഇൻ എ മൊമെൻറ്റ് അല്ലെങ്കിൽ ഞാൻ ലൈഫിൽ സ്റ്റക്കായി പോയി, ഇനി എനിക്ക് എന്താണ് ചെയ്യുക എന്ന് അറിയാത്ത കുറേ ചോദ്യങ്ങളും കുറേ പ്രശ്നങ്ങളൊക്കെ കടന്നു പോകുന്ന ആളുകളാണ്. ഞാനും പേഴ്സണലി ഒത്തിരി അധികം അത്തരം പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാനെല്ലാം ഫിഗർ ഔട്ട് ചെയ്തിട്ടുള്ള ഒരാളല്ല. അല്ലെങ്കിൽ ഞാനാണെങ്കിലോ ലിജിനാണെങ്കിലോ നമ്മളെല്ലാം ഫിഗർ ഔട്ട് ചെയ്തു എന്ന് സാറ്റിസ്ഫൈഡ് ആയിട്ട് ജീവിക്കേണ്ട ഒരാളല്ല. അങ്ങനെ ഒരാൾ ഭൂമിയിൽ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ എൻ്റെ അത്രയും അധികം ബുക്സ് വായിച്ചതിന് അനുഭവം വെച്ചിട്ടോ അല്ലെങ്കിൽ ഞാൻ അത്രയും ഡീപ്പ് ഡൈവ് ചെയ്തിട്ട് പല സബ്ജക്റ്റുകളും ഹ്യൂമൻ ബ്രെയിനും പഠിക്കുന്ന ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടോ ഞാൻ പറയാണ്, ഡോണ്ട് തിങ്ക് യു വിൽ ബി നമ്മളൊരു വെരി സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലോ ഒരു സ്റ്റേറ്റ് ഓഫ് ഡേയ്സിലോ നമുക്ക് ഹാപ്പി ആയിരിക്കുമെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. അല്ലെങ്കിൽ അങ്ങനെ ആസ്പയർ ചെയ്ത് നമ്മൾ ലൈഫ് മുന്നോട്ട് പോവുകയും ചെയ്യരുത്.
അപ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മളൊരു പുതിയൊരു മൊബൈൽ ഫോൺ വാങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് നമ്മളൊരു പുതിയൊരു സൈക്കിൾ വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും ആ സൈക്കിൾ കിട്ടുന്ന നിമിഷം വരെ. ആ സൈക്കിൾ കിട്ടി, കുഞ്ഞ് സൈക്കിളാണെങ്കിൽ കുഞ്ഞ് സൈക്കിൾ നമ്മൾ വീട്ടിലെത്തി, നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ പതുക്കെ നമുക്ക് അതിനോടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് കുറയും. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ദിവസം എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ആദ്യം സൈക്കിൾ വാങ്ങിയ സമയത്ത് ഞാൻ റൂമിൽ കിടക്കുന്ന റൂമിൻ്റെ ബെഡിനോട് വളരെ ചേർത്ത് വെച്ച് എന്നും രാവിലെ എഴുന്നേൽക്കുന്നു, തുടയ്ക്കുന്നു, ക്ലീൻ ചെയ്യുന്നു. പിന്നെ ആ സൈക്കിളിൻ്റെ കോല എന്തായിരുന്നു കുറച്ച് ആഴ്ചകൾക്ക് കഴിഞ്ഞപ്പോൾ നമുക്കറിയാം. അതാണ് നമ്മളുടെ ഹ്യൂമൻ ബ്രെയിൻ. ഇപ്പോൾ നമുക്ക് എപ്പോഴും ഒരു ദർ ആർ മെനി സ്റ്റഡീസ് ഇൻ ന്യൂറോ സയൻസ് ദാറ്റ് നമുക്ക് കിട്ടുന്ന ആ ഒരു മെറ്റീരിയലോ അല്ലെങ്കിൽ ആ ഒരു കിട്ടുന്ന ഒരു എലമെൻറ്റോ ഒന്നുമല്ല മനുഷ്യനെ സാറ്റിസ്ഫൈ ചെയ്യണത്. ആ കിട്ടുന്നതിന് മുമ്പുള്ള ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു സെർച്ച് ചെയ്യുമ്പോഴുള്ള ആ ഒരു ബ്രെയിൻ സ്റ്റേറ്റാണ് ശരിക്കും കൂടുതൽ ഡോപ്പമിൻ നമ്മളുടെ ബ്രെയിനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു റീസെൻ്റ് ആയിട്ട് കുറേ വർഷങ്ങളായിട്ടുള്ള സ്റ്റഡീസ് ന്യൂറോ സയൻസിലുള്ളത്. അല്ലാതെ നമ്മൾ വിചാരിക്കുകയാണ് ഓക്കെ $1 million കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയാവും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. അല്ലെങ്കിൽ നമുക്കൊരു ഓക്കെ ഞാനൊരു $3 million ഇത്രയും മില്യൺ രൂപയുടെ ഒരു വലിയൊരു കാറ് വാങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും സാറ്റിസ്ഫൈഡ് ഹ്യൂമൻ ഇൻ ദ വേൾഡ് ആവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കി നോക്കുക. കഴിഞ്ഞ ഒരു 5 വർഷമോ 10 വർഷത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ നേടിയെടുത്തിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ സമ്പാദിച്ച് വെച്ചിട്ടുള്ള സാധനങ്ങളിൽ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങളെ ഇപ്പോൾ ഹാപ്പി ആക്കുന്നുണ്ടോ? ഉണ്ടാവാൻ ചാൻസ് കുറവായിരിക്കും. യെസ്, അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ അത് നേടാനായിട്ട് നിങ്ങൾ എടുത്ത എഫേർട്ടിനെ പറ്റി ആലോചിക്കുമ്പോൾ നമുക്ക് പ്രൗഡ് തോന്നുന്നുണ്ടാവായിരിക്കാം. അല്ലെങ്കിൽ ആ ഒരു കിട്ടിയ മൊമെൻറ്റിനോ അല്ലെങ്കിൽ കിട്ടിയ സാധനത്തിനേക്കാളും നമുക്കെപ്പോഴും പ്രൈഡ് ആവണത് നമ്മൾ ഒന്ന് ഡീപ്പ് ഡൈവ് ചെയ്ത് ചിന്തിക്കുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് എടുത്ത എഫേർട്ടായിരിക്കും. അപ്പോൾ ഞാൻ ഇത്രയും പറയാൻ കാരണം നമുക്ക് ദർ ആർ സെറ്റ്ലേഴ്സ് എന്ന് പറയുന്ന ആളുകളുണ്ട്, സീക്കേഴ്സ് എന്ന് പറയുന്ന ആളുകളുണ്ട്. സീക്കേഴ്സാണ് എപ്പോഴും കൂടുതൽ സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ളൊരു ലൈഫ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെവിടെയെങ്കിലും സെറ്റിലായി എല്ലാം ഓക്കെയാണ് എന്ന് വിചാരിക്കുന്ന ആളുകളിലാണ് ആ ഒരു സീക്ക് ചെയ്യാനൊന്നും ഇല്ലാത്ത അവസ്ഥയിലാണ് അവർ ആ ഒരു ഫീലിംഗ് ഓഫ് സ്റ്റക്കോ അല്ലെങ്കിൽ എനിക്ക് എന്താണ് ചെയ്യാമെന്നറിയില്ല, എൻ്റെ ലൈഫ് കൺഫ്യൂസ്ഡ് ആണ്, ഇനിയിപ്പോൾ ഞാൻ എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയില്ല, എനിക്ക് ഡയറക്ഷൻ ഇല്ല എന്നൊക്കെയുള്ള തോന്നലുകളിൽ എത്തിപ്പെടുന്ന ആളുകൾ എന്നാണ് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടും ഞാൻ വായിച്ച പുസ്തകങ്ങൾ വെച്ചിട്ടും ഞാൻ ഇടപഴകിയിട്ടുള്ള ആളുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സോ ആ ഒരു ദ മോളിക്യൂൾ ഓഫ് മോർ എന്ന് പറയുന്ന ബുക്ക് ഞങ്ങൾ ഇനി വരുന്ന ആഴ്ചകളിൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അതിനോട് അത്തരം സിറ്റുവേഷനിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്ന ആളുകളാണെങ്കിൽ, ഇത് നിങ്ങളുടെ ലൈഫായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ഐദർ യെസ് ഓർ സംതിങ് ജസ്റ്റ് ടു ഞങ്ങൾക്ക് ആ ഒരു ഫീൽ കിട്ടാനായിട്ട്. നമ്മൾ സംസാരിക്കുന്നത് നിങ്ങളുടെ ലൈഫിൻ്റെ ഏതെങ്കിലും ഭാഗത്തിലേക്ക് കടക്കുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ എന്ത് സിറ്റുവേഷനിലാണെന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക. സംതിങ് നമ്മളൊരു ഒരേ ട്രാക്കിൽ കൂടെയാണ് പോകുന്നത് എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡോണ്ട് ട്രൈ ടു ബി എ സെറ്റിലർ. എല്ലാം സെറ്റിലായിട്ടുള്ളൊരു ദിവസത്തിന് വേണ്ടിയിട്ടല്ല. ബി എ പേഴ്സൺ. എത്രയും സീക്കറാവാനിരിക്കാനുള്ള, കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി നമ്മളുടെ ബ്രെയിനിൽ ഉണ്ടാക്കാനാണ് നമ്മൾ ഇന്നും എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾക്ക് കൂടുതൽ ലൈഫിൽ സാറ്റിസ്ഫാക്ഷൻ തരും.